ഭർത്താവ് ഒരുമിച്ച് ഭാര്യ ഭർത്താവ് രണ്ടാളും ഒരുമിച്ച് അതാണ് തെറ്റ്. ഇപ്പൊ എക്സ്പെക്ടേഷൻ ചെയ്യാൻ പാടില്ല. എപ്പോഴും കൂടെയുള്ളത് തന്നെയാണ് ബെസ്റ്റ്. ഹായ് മലയാളീസ്, വെൽക്കം ബാക്ക് ടു ഗുരു കിക്കീസ് എന്റർടൈൻമെന്റ്. സോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ഐക്കൺ പ്രസ് ചെയ്യാം. അത് ചെയ്തോ. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഡിബേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തംബ്നെയിലും ടൈറ്റിലും കണ്ടാൽ മനസ്സിലായി കാണും. സോ ടോപ്പിക് എന്താ വെച്ചാൽ ഞാൻ തന്നെ പറയാം. ഇത് വെക്ക് ഞാൻ വെക്കാം. സോ ടോപ്പിക് എന്താന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞ ശേഷം കപ്പിൾസ് പാരന്റ്സിനോട് താമസിക്കണോ അതോ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കണം എന്നാണ്. അതായത് വിത്ത് പാരന്റ്സോ വിത്തൗട്ട് പാരന്റ്സ്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് പാരന്റ്സ് ആണ് നിക്കാൻ നല്ലത്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് വിത്ത് പാരന്റ്സ് ആയിട്ടാണ്. അപ്പോൾ എന്താണ് അഡ്വാൻറ്റേജസ്? നിങ്ങളെ ഫസ്റ്റ് പോയിന്റ് പറ. എന്തുകൊണ്ട് പാരന്റ്സിന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല? പാരന്റ്സോട് എന്തിനു നിക്കണം? കല്യാണമായിട്ട് ശേഷം അവർ ജീവിതം അവർ തന്നെ ഇത് മൊത്തം അവർ ലൈഫ് അവർ നോക്കണം. കല്യാണം മുമ്പ് പാരന്റ്സോടെ നിൽക്കാൻ പാരന്റ്സ്ക്ക് എന്താ കർത്തവ്യം ചെയ്യണം, പാരന്റ്സ് നമ്മളെ നോക്കി, നമ്മള് പാരന്റ്സ് നോക്കണം. അതായത് നമുക്ക് ഒരു വയസ്സ് വരും കല്യാണം ചെയ്യണം, ദെൻ നമുക്ക് പിരിക്കണം. അങ്ങനെയല്ലല്ലോ. ഇത്രയും കാലം നമ്മളെ നോക്കി, നമ്മളെ വളർത്തി, നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി അത് അവർ ചെയ്തു. പുതിയ ഒരാള് വരുമ്പോ മാറി കൊടുക്കേണ്ടതാണോ? അവരെ ഒഴിവാക്കണമെന്നാണോ പറയുന്നത്? ഒഴിവാക്കണ്ട, നമുക്ക് വേറെ വീട്ടിൽ പോയി അവിടെ നിന്ന് നോക്കാം. വീക്കെൻഡ്സ് വന്നിട്ട് നോക്കിട്ട് പോവാം. മന്ത്ലി അവർക്ക് പൈസ അയക്കാം. എല്ലാം നമുക്ക് ചെയ്യണം. ഇനിയത്തെ ജനറേഷൻ നമ്മളെ മക്കളോട് നമുക്ക് ചെയ്യാം. പക്ഷെ കഴിഞ്ഞ ജനറേഷനിലെ അച്ഛനമ്മ എങ്ങനെയാ വെച്ചാല് അവർക്ക് ഒരു സ്നേഹം, മക്കളുടെ കൂടെ താമസിക്കണം. അവരുടെയൊക്കെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്, മക്കളോട് താമസിക്കണം. അത് അവർ സെന്റിമെന്റൽ ആണ്. പക്ഷെ നമ്മളാണ് പറഞ്ഞിക്കണം, അവർക്ക് പറയണം അങ്ങനെ അല്ല അച്ഛാ, നമുക്ക് ഒരു സ്വന്തമായിട്ട് ജീവിതം തുടങ്ങണം. നമ്മൾക്ക് എന്തോ ഒരു ഇഷ്ടം ഉണ്ടാവും, നമ്മൾക്ക് എനിക്കൊരു ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ എനിക്ക് അത് ചെയ്യപ്പോൾ ഇവിടെ ഫാമിലിയിൽ ഫൈറ്റ് വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് അടുക്കളയിൽ പോയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എനിക്ക് വേണ്ടിട്ട്. അപ്പൊ അമ്മ വരും, അമ്മയമ്മ വന്നിട്ട് നീ എന്തിനാ ഇതാക്കുന്നുണ്ട്, ആക്കണ്ട പ്ലീസ്, ഇത് ഞാൻ ചോറ് കറി ആക്കിയിട്ടുണ്ടല്ലേ, അത് കളിച്ചാ മതി. പക്ഷെ എനിക്ക് വേറെ കളിക്കണ ആഗ്രഹമുണ്ട്. അപ്പൊ ആ പ്രൈവസി കിട്ടൂല, ആ സ്വതന്ത്ര ഫ്രീഡം കിട്ടൂല നമുക്ക്. അത് അവിടെ നിന്ന് ഫൈറ്റ് തുടങ്ങും. അവിടെ നമ്മൾ അങ്ങനെ തുടങ്ങാത്ത ഒരുപാട് ഫാമിലീസ് ഇല്ല, അഡ്ജസ്റ്റ് ജീവിക്കാൻ പറ്റുന്ന. അമ്മയമ്മ വരുമ്പോ അഡ്ജസ്റ്റ് എന്തിനീ, നമുക്ക് അഡ്ജസ്റ്റ് വേണ്ട. പാരന്റ്സ് ഇല്ലാത്തൊരു ജീവിതം ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അവരല്ലേ നമ്മള് ചെറുപ്പം തൊട്ടേ അവരുടെ അത് ചെറുപ്പത്തിന് കല്യാണം വരെ അവർ ഇത് ആയി. അതായിട്ട് ശേഷം കല്യാണം ആയിട്ട് ശേഷം അത് പുതിയ കപ്പിളിന്റെ ജീവിതം അവര് ജീവിച്ചിട്ട് പോകണം. അത് ഞാൻ പറഞ്ഞു. പക്ഷെ മക്കളെ വിട്ട് താമസിക്കാൻ പറ്റാത്ത അച്ഛനമ്മമാരെ വിട്ടിട്ട് അവരെ അത്രയും വിഷമത്തിലാക്കിയിട്ട് മാറി നിൽക്കണം. വിഷമാക്കാൻ പാടില്ല. നമുക്ക് അവർക്ക് പഠിപ്പിട്ട് പറയണം. അവർക്ക് വിഷമിക്കട്ടെ, അവര് നമുക്ക് പറയണം, അച്ഛാ നമുക്ക് ഈ ജീവിതം വേണം, നമുക്ക് ഒരു സ്വതന്ത്രം, വേറെ ഫാമിലി. അവര് ചിന്തിക്കാൻ നമ്മളില്ലാത്തൊരു സ്വതന്ത്രമാണോ അവർ ആഗ്രഹിക്കുന്നത്? അപ്പൊ അവർക്കുണ്ടാകുന്ന വിഷമം നമ്മൾ ഇത്രയും കാലം നോക്കിയിട്ട് അവർക്ക് എങ്ങനെ നമ്മളെ വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. അവര് വിഷമം വരില്ലേ? അവർ അങ്ങനത്തെ ആളുകൾ കല്യാണം ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഫാമിലി ഉണ്ടെങ്കിൽ ആ ആള് കല്യാണം ചെയ്യാനേ പാടില്ല. അവർക്ക് പ്രൈവസി, ഇപ്പോ ഓരോരോ വീട്ടിൽ പ്രൈവസിയെ കിട്ടൂല, ബന്ധപ്പെടാനോ പ്രൈവസി കിട്ടൂല. അതെന്താ അങ്ങനെ? ഒരു കുട്ടിയാക്കാൻ ബന്ധപ്പെടാൻ പ്രൈവസി കിട്ടൂല. ഇപ്പൊ റൂം അടുത്ത് തന്നെ വേറെ റൂം, ഇല്ലെങ്കിൽ റൂം ഉള്ളിൽ ടോയ്ലറ്റേ ഉണ്ടാവില്ല. ഓരോരോ എന്റെ ഫ്രണ്ട്സ് എല്ലാം കല്യാണം ആയിട്ടുണ്ട്, അവർക്ക് നമുക്ക് ഇപ്പൊ ടോയ്ലറ്റ് ഉണ്ട്, നമുക്ക് പ്രൈവസി ഉണ്ട്. ഇപ്പൊ അവർക്ക് പ്രൈവസി ഇല്ല, ഒരു കോമൺ ടോയ്ലറ്റ്. ഇപ്പൊ അവർക്ക് ബന്ധപ്പെട്ടെങ്കിൽ ഇപ്പോ വാഷ്റൂംക്ക് പോകണം, ഫ്രഷ് അപ്പ് ആവണമെങ്കിൽ പുറത്ത് തന്നെ പോകണം മിഡ് നൈറ്റിൽ. അപ്പോ സഡൻ ആയിട്ട് അവർ നോക്കി എന്തായിട്ടുണ്ട് ഇല്ലെങ്കിൽ പ്രൈവസി കിട്ടൂല. പ്രൈവസി കിട്ടൂല വെച്ചാല് അവരും കൂടെയുള്ള അച്ഛനും അമ്മയും പണ്ട് നമ്മളോട് താമസിച്ചത് ഈ പ്രൈവസി ചിന്തിച്ചിട്ടല്ലോ. നമ്മുടെ ഒരു നമ്മളെ മക്കള് ഇപ്പൊ നമ്മള് കല്യാണായിട്ട് നമ്മുടെ മുമ്പിൽ വരെ പ്രൈവസി കാണിച്ചിരുന്നു. അവർക്ക് വേണമായിരുന്നു ആ പ്രൈവസി. കല്യാണമായിട്ട് അത് വേറെ പ്രൈവസി ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മള് കല്യാണമായി, ഇപ്പൊ നമുക്ക് മക്കളായെങ്കിൽ അവർ നമ്മൾ കൂടെ തന്നെ നിൽക്കും. അവർ കല്യാണമായിട്ട് ശേഷം അവർ ദൂരം പോവും, നമ്മൾ തന്നെ അയക്കണം. അത് നമ്മൾ മെച്ചൂരിറ്റി ആണ്.
അത് നമുക്ക് നമ്മൾ തന്നെ നോക്കിയാലോ കുഞ്ഞി ചെറുതിന്ന് വലുത് വരെ നമ്മളിപ്പോ നാളെ കുട്ടികളായ നമ്മൾ ചിലപ്പോ ചിന്തിക്കും അവരവർ സെപ്പറേറ്റ് പോയിക്കോട്ടെ എന്ന്. പക്ഷെ ഇവര് ഓൾഡ് ജനറേഷൻ എന്ന പാരന്റ്സ് ആണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ അവര് എങ്ങനെ അവർക്ക് എങ്ങനെ നമ്മളെ കൂടെ താമസിക്കാൻ തന്നെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. ഇപ്പോ വരെ ഭാര്യ വന്നിട്ട് അവൾക്ക് ചോയ്സ് ആൻഡ് പ്രിഫറൻസ് മെയിൻ ഫോക്കസ് ഭർത്താവ് മെയിൻ ഫോക്കസ് കൊടുക്കണം. അവൾക്ക് എന്താ ഇഷ്ടം അത്. പക്ഷെ അമ്മയമ്മ അതായത് അമ്മ മരുമകളടുത്ത് ഫൈറ്റ് ചെയ്യാനൊന്നും പാടില്ല. അത് മോശമാണ്. ഓക്കെ, ഫൈറ്റ് ചെയ്യുന്നത് ആർഗ്യുമെന്റ് ആക്കുന്നതൊക്കെ മോശമാണ്. അങ്ങനെ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അച്ഛനമ്മ അടുത്ത് നിൽക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ. ഇല്ല, എന്താ സന്തോഷം? തേങ്ങ സന്തോഷം ഒന്നുമില്ല. കാലം നമ്മളെ പൊന്നുപോലെ നോക്കി അച്ഛനെ അയ്യോ പൊന്നു പോലെ നമ്മളെ മക്കളും എന്റെ മക്കളും ഞാൻ പൊന്നു പോലെ തന്നെ നോക്കും. എല്ലാർ മക്കളും അവർ പൊന്നു പോലെ തന്നെ നോക്കും. നമുക്ക് പറ്റും. പക്ഷെ അവർ കല്യാണമായിട്ട് അവർക്ക് പ്രൈവസി വേണം. കഴിഞ്ഞ ആൾക്കാർക്ക് ഈ കഴിഞ്ഞ ജനറേഷനിലെ ആൾക്കാർ നമ്മളെ അച്ഛനമ്മമാർക്കൊന്നും ഇതൊന്നും പറ്റില്ല. ഇല്ല അച്ഛമ്മ ഇത് പൊന്നു പോലെ തന്നെ നോക്കും, നല്ല സ്നേഹം കൊടുക്കും. പക്ഷെ കല്യാണം ആയിട്ട് അവർക്ക് ഒരു ജീവിതം ഉണ്ട്. ആ ജീവിതം, ആ പ്രൈവസി ഉണ്ട്, മൊത്തം ഉണ്ട്. ആ സ്വതന്ത്രം എല്ലാം അവർക്ക് വേണം. അപ്പോ അത് ഫാമിലി ആയിട്ട് നിന്നെങ്കിൽ പറ്റൂല, അത് കിട്ടൂല, അത് ഉറപ്പാണ്. ഭർത്താവ് ഐ മീൻ സൺ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റൂല ഭാര്യയോടെ. ഭാര്യയും അവൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ പോലെ ഉണ്ടാവും. അപ്പോ പറ്റൂല അത് ഫാമിലി കൂടെ നിൽക്കാൻ. അതല്ല ഓക്കെ. പക്ഷെ ചില കാര്യത്തിൽ ഇപ്പോൾ കുക്കിങ്ങിലാണെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ രണ്ട് കപ്പിൾസ് ആയിട്ട് താമസിക്കുമ്പോൾ എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നം വരുമ്പോൾ ഒരു തേർഡ് പേഴ്സൺ നിലയിൽ അച്ഛനമ്മയോട് ഉള്ളതല്ലേ നല്ലത്? ഇല്ല, ഡോക്ടേഴ്സ് ഉണ്ടല്ലേ. എന്ത് ഡോക്ടേഴ്സ്? അല്ല, എല്ലാത്തിനും ഡോക്ടേഴ്സിനെ കാണിക്കാൻ പറ്റില്ലല്ലോ. അച്ഛനമ്മ അങ്ങനല്ല. ഇപ്പൊ എമർജൻസി ആയി എന്ന് ചോദിച്ചോ, അതായത് ഭാര്യക്കും ഭർത്താവിന് പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. അപ്പൊ നമുക്ക് കൊറോണ അല്ല, വേറെ എന്തെങ്കിലും ഒരു രോഗമാണെന്ന് വിചാരിച്ചോ. എന്ത് രോഗമാണെങ്കിലും അച്ഛനമ്മേനെയും അപ്പൊ തന്നെ വരാൻ പറ്റില്ലല്ലോ. അവർക്ക് എന്തിനു നമ്മൾ കഷ്ടം കൊടുക്കണോ ദേവേട്ടാ? അപ്പൊ അവിടെ മരിക്കണോ? നമ്മൾ രണ്ടുപേരും മരിക്കാൻ പോവാണ്. ഡോക്ടേഴ്സ് ഉണ്ട് ദേവേട്ടാ. അപ്പൊ നമ്മൾ മരിച്ചെങ്കിൽ മരിക്കട്ടെ, പക്ഷെ അവർക്ക് തൊന്തര കൊടുത്തിട്ട് നമുക്ക് ഹെൽപ്പ് എടുക്കാൻ വേണ്ട. ഇപ്പൊ നിങ്ങൾ പറയൂ ദേവേട്ടാ, ഈ കപ്പിൾസ് രണ്ടാളും ഫുള്ള് ഹെൽത്ത് ഇഷ്യൂ രണ്ടാൾക്കും. മരിക്കാൻ അത്ര ആവില്ല. രക്ഷപ്പെടും. ഓ ഈശ്വര, അവർ വിളിക്കും ആംബുലൻസിക്ക്. ഞാൻ എന്താ പറയുന്നത് അറിയോ? ഞാൻ പറയട്ടെ, രണ്ടാൾ അച്ഛമ്മ വന്നിട്ട് വയസ്സായി. ഇപ്പൊ കല്യാണമായിട്ട് ശേഷം അവർക്ക് അത്ര നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ആയെങ്കിൽ മരിക്കും മുമ്പ് തന്നെ അത്ര വേഗം മരിക്കണമെങ്കിൽ അവർ പോയിസൺ കുടിക്കണം. അപ്പോ അത് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവർ ഡോക്ടറെ അടുത്ത് പോവും, കൺസൾട്ട് ചെയ്യും. അപ്പൊ തന്നെ മരിക്കൂല കേട്ടാ. പക്ഷെ ഞാൻ പറയുന്നുണ്ട് അങ്ങനെ എപ്പോഴും അവരോട് നിക്കാൻ അത്ര ആവശ്യമില്ല. ഇപ്പൊ രോഗം വരട്ടെ, 2 ദിവസം നിക്കട്ടെ, നോക്കട്ടെ, പിന്നെ പോട്ടെ. മാത്രല്ല കുക്കിംഗ് ആണെങ്കിലും അമ്മമാരുണ്ടാകുമ്പോ ഇപ്പൊ ആ വീട്ടിലെ മകൻ അമ്മയുടെ ഫുഡേക്കും കഴിച്ച് വളരുന്നത്. ചില ഭാര്യമാർക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും കുക്ക് ചെയ്യാൻ പോലും അറിയില്ല. അപ്പൊ ആ അമ്മ ഉള്ളതാണ് കുറച്ചും കൂടി മകൾക്ക് ആ കല്യാണം കുട്ടിക്കും പഠിപ്പിക്കാൻ പറ്റും. ഈ അമ്മയ്ക്ക് കുറെ കാര്യങ്ങളൊക്കെ ഇതിപ്പോ ചില പെൺപിള്ളേരെ കല്യാണം കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് താമസിക്കും. പക്ഷെ കുക്കിംഗ് അറിയാണ്ട് ഇവരെന്താ ചെയ്യുക ഓർഡർ ചെയ്യും ഓൺലൈനിൽ ഇത് എന്താ യൂട്യൂബ് ന്യൂസ് ചാനൽ നോക്കിനാ ഇങ്ങനെ പറയുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സിന്റെ അവര് ഓൺലൈനിൽ ഓർഡർ ചെയ്യും. കുക്ക് ചെയ്യാൻ അറിയില്ല പെണ്ണിന്. എന്റെ ഫ്രണ്ട് അടുത്ത് കംപ്ലൈന്റ് പറയാണ്, അവർക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല. അതിനേക്കാളും നല്ലത് അച്ഛനമ്മേനെ വെച്ച് താമസിച്ചിട്ട് അങ്ങനെ ചെയ്യാത്ത ഒരുപാട് ഇപ്പൊ അങ്ങനെ ചെയ്തിട്ട് അമ്മ എന്താ ഇങ്ങനെ പുളിശ്ശേരി ചെയ്യണം,
എന്തല്ല അങ്ങനെ ചെയ്യാത്ത ഗേൾസ് ഉണ്ടെന്ന്, അങ്ങനെ ചെയ്യാത്ത ഗേൾസ് ഉണ്ട്. അപ്പൊ അത് ആണിന്റെ ജീവിതം, അത് ആണിന്റെ ജീവിതം. അവർ അഡ്ജസ്റ്റ് ആക്കിട്ട് ജീവിക്കണം, അഡ്ജസ്റ്റ് ആയിട്ട് ജീവിക്കണം ദേവേട്ടാ. രണ്ടാളും ഭർത്താവ് പഠിപ്പിക്കണം, ഭർത്താവ് ഒരുമിച്ചിട്ട്, ഭാര്യ ഭർത്താവ് രണ്ടാളും ഒരുമിച്ചിട്ട് തന്നെയാണ്. പക്ഷെ ചില വീട്ടില് പെൺപിള്ളേരെ കുക്ക് ചെയ്യാൻ അറിയില്ല, എന്നിട്ട് ഈ ആൺപിള്ളേരെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിച്ചിട്ട് ഫുള്ള് ഫുഡ് ഉണ്ടാക്കിട്ട് ഇവളുമാര് സുഖിച്ചിട്ട് ജീവിക്കും. ഭർത്താവുകൾ ചെയ്യണം, കല്യാണം ഒരു മാത്രല്ല പെണ്ണുങ്ങളെ മാത്രമില്ല ചെയ്യണമെന്ന് ഒന്നുമില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തില് അച്ഛനമ്മ കൂടെ ഉള്ളതാണ് ഏറ്റവും നല്ലത്. അയ്യേ ഇങ്ങനെ കുറെ രോഗത്തിന്റെ ആരോഗ്യപരമായും കുക്കിംഗ് പരമായും അച്ഛനമ്മ എപ്പോഴും കൂടെ ഉള്ളത് തന്നെയാണ് ബെസ്റ്റ്. ഇത് ഞാൻ എന്താ പറയുന്നുണ്ട് അറിയോ ഗൈസ്, ഇപ്പോ കുക്കിംഗ് പെൺകൾക്ക് അറിയില്ലെങ്കിൽ അവര് ഓപ്ഷൻസ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, വിളിച്ചിട്ട് അവർ അമ്മയോട് ചോദിക്കാം. ഇല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങണം. അപ്പോ ഭാര്യക്ക് അറിയില്ലെങ്കിൽ ഭർത്താവ് ഹെൽപ്പ് ചെയ്യണം, ഇത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. ഇത് എപ്പോഴും ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് കളിക്കണമെങ്കിൽ അപ്പോ ഭർത്താവ് പറയണം, നോക്ക് ഇങ്ങനെ എക്സ്പെൻസ് ആവും, നീ കുറച്ച് പഠിക്ക്, നമുക്ക് ഇങ്ങനെ ആക്കാം. അങ്ങനെ രണ്ടാളും ഒരുമിച്ചിട്ട് ചെയ്യണം ഗൈസ്. ഇപ്പൊ അസുഖം എന്തെങ്കിലും വന്നെങ്കിൽ അത് അവരുടെ ഇത് റെസ്പോൺസിബിലിറ്റി, അവർ നോക്കണം. ഇത് എപ്പോഴും അച്ഛമ്മ ഡിപ്പെൻഡ് ആവാൻ പാടില്ല. ഇപ്പൊ ഫുഡൊക്കെ അച്ഛമ്മയോടെ ഡിപ്പെൻഡ് ആവണമെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ അവരുള്ളത് നല്ലതാണ് ഞാൻ പറഞ്ഞത്. ആരും ഡിപ്പെൻഡ് ആവാൻ പാടില്ല, പക്ഷെ അവരും കൂടെ ഉള്ളത് നല്ലതെന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഒരുപാട് ഈ ഭാര്യയും ഭർത്താവും മാത്രം ജീവിക്കുമ്പോ ഇവർക്ക് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അയ്യോ കുട്ടിയാക്കിയാലും നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ അത് മാത്രമല്ല ഒരുപാട് അറിവുകൾ നമുക്ക് അവരിൽ നിന്ന്, അതായത് ഈ ഭാര്യയും ഭർത്താവായിട്ട് എങ്ങനെ ജീവിക്കണം അറിയാത്ത ഒരുപാട് കപ്പിൾസ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിട്ട് കല്യാണം കഴിഞ്ഞ് ഈ ഭർത്താവ് ഭാര്യ എപ്പോ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, അപ്പൊ അമ്മ അഡ്വൈസ് കൊടുക്കും, ഇല്ല അച്ഛൻ അഡ്വൈസ് കൊടുക്കും, അപ്പോലെ ഫൈറ്റ് തുടങ്ങും ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഒരു കോൾ വരുന്നുണ്ട്, ഒരു മിനിറ്റ്. അപ്പൊ എന്തായാലും ഞാൻ ജയിച്ചു. ഒന്നുമില്ല, ദേവേട്ടക്ക് എന്നെ മനസ്സിലായി, ഞാൻ പറഞ്ഞത് കറക്റ്റ്. ദേവേട്ട തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് നിങ്ങൾ എത്ര പേര് ഇതിനോട് യോജിക്കുന്നെന്നും നിങ്ങളിൽ ആരൊക്കെ കീർത്തൂടിനെ സപ്പോർട്ട് ചെയ്യുന്നെന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. പിന്നെ അച്ഛനമ്മേനെ വെച്ച് താമസിക്കണോ അതോ സെപ്പറേറ്റ് താമസിക്കുന്നതാണോ നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതും കമന്റ് ബോക്സിൽ പറയാം. എന്തായാലും എന്റെ ഞാൻ പറഞ്ഞാണ് ശരിയെന്നാണ് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. ശരി ഗൈസ്, നിങ്ങൾ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ പറഞ്ഞു. ഞാൻ ഒരിക്കലും പാരന്റ്സോടെ നിൽക്കാൻ പാടില്ല. സോ സീ യു നെക്സ്റ്റ് വ്ലോഗ്. ബൈ.